ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. ഒരു 11 മണി വരെയുള്ള റുട്ടീനാണെന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു രീതിയിൽ പെടുന്ന ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. വലിയ യോയോ സെറ്റപ്പൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ദിവസം ഒരു 11 മണി വരെ 11:15 വരെ അതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 6:15 ഞാൻ എഴുതിയിട്ട് വന്ന് കാപ്പിയൊക്കെ കുടിച്ചു. അത് മസ്റ്റാണ് കേട്ടോ. എനിക്ക് അത്ര ഹെൽത്തി അല്ല എന്നറിയാം, പക്ഷേ എങ്കിലും അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ണിക്കുട്ടൻ എഴുന്നേറ്റ് വന്നേ. അവന് സ്വപ്നം കണ്ടുണർന്നാന്ന് തോന്നുന്നു. അവൻ എഴുന്നേറ്റ് വന്ന് അവിടെ ഇരിക്കുകയായിരുന്നു, TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ്റെ അടുത്ത് പോയി കാപ്പിയൊക്കെ കുടിച്ചു. അവൻ്റെ പുറത്തെന്തൊക്കെയോ കടിച്ചിട്ടുണ്ടായിരുന്നു രാത്രിക്ക്. അപ്പോൾ അതൊക്കെ ചൊറിഞ്ഞു കൊടുക്കാൻ പറയുകയാണെ അവൻ. അത് ചൊറിഞ്ഞു കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ അവൻ്റെ പാൻറ് ഇങ്ങനെ കാല് മടക്കിയാലും പാൻറ് കാലിൻ്റെ താഴെ വരെ നിൽക്കണം. അത് അവൻ നിർബന്ധമാണ്. അതവൻ വലിച്ചിടാൻ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയിലോട്ട് കയറി കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ കൊണ്ടുവന്ന മല്ലിയില ഉണങ്ങാനായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഉണങ്ങാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ അത് വെള്ളമൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പം പാത്രത്തിലെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് വേണ്ട ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കുകയാണ് പതുക്കെ. അപ്പോൾ ഒരു ക്യാബേജ് തോരനും പിന്നെ മത്തൻ്റെ ആണോ കുമ്പളത്തിൻ്റെ ആണോ എന്നറിയത്തില്ല, ഇലയുണ്ട് കേട്ടോ. അതും കൂടെ തോരൻ വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിനോട് ക്യാബേജ് എടുത്തൊരു പകുതി ക്യാബേജും മതി ഞങ്ങൾക്ക്. അതിൻ്റെ അടുത്ത് ഒരു ക്യാരറ്റും കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റും ക്യാബേജും കൂടെ ഇരിക്കുമ്പോൾ കളർ കാണാൻ ഒരു ഭംഗി, കളർഫുള്ളായിട്ടിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് രണ്ടും എടുത്തത്. അപ്പോൾ അത് ഞാൻ തോരൻ സെറ്റാക്കി. അപ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ വന്നിട്ട് എന്താണ്, അവന് രാവിലെ കറുമുറു എന്തെങ്കിലും തിന്നാൻ വേണമെന്ന് പറഞ്ഞ് ആശ പിടിച്ചു. അപ്പോൾ ഞാൻ കുറേ വഴക്കൊക്കെ പറഞ്ഞു, വെറും വയറ്റിൽ ഇങ്ങനെ തിന്നണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് സമയം അവൻ കരയാതിരിക്കുമല്ലോ എന്ന് വെച്ച് ഞാനത് കൊടുത്തു വിട്ടോ. ഒരു ഉമ്മയൊക്കെ കൊടുത്തു ഞാൻ അവനെ പറഞ്ഞു വിട്ടു. അപ്പോൾ അവൻ അതുമായിട്ട് പോയിട്ട് അവിടെ ഇരുന്നോളും. അല്ലെങ്കിൽ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക, അമ്മ വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ പണിയൊന്നും നടക്കില്ല കേട്ടോ. പിന്നെ എനിക്ക് പഠിക്കാനുണ്ട് ഉച്ചയാകുമ്പോഴേക്കും എനിക്ക് ഒരു മണിക്കൂറെങ്കിലും പഠിക്കാൻ സമയം കിട്ടണം. അതിന് വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ ഞാൻ അവനെ സൈഡാക്കിയത്. എന്നാലേ എനിക്ക് വേഗം പണി തീരത്തുള്ളേ. അപ്പം ക്യാരറ്റും ക്യാബേജും ഒക്കെ ആയിട്ട് ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. തേങ്ങ പൊട്ടിക്കുമ്പോൾ ആദ്യത്തെ തേങ്ങ ദേണ്ട കിടക്കുന്നു. അത് ഫുൾ പോയിരിക്കുകയായിരുന്നു. ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. അത് നേരെ വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ടിട്ട് അടുത്ത തേങ്ങ എടുത്തു. പക്ഷെ അത് നല്ലതായിരുന്നു. ചെറിയ തേങ്ങയാണ്. അപ്പോൾ അതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. ചെറുതായതുകൊണ്ടേ കൂടുതൽ തേങ്ങ വേണം. തേങ്ങ കുറഞ്ഞൊന്നും ചേട്ടാക്കി പറ്റില്ല. എല്ലാം നന്നായിട്ട് തേങ്ങ ഇടണം. പക്ഷേ തേങ്ങയ്ക്ക് ഇവിടെ ഭയങ്കര വിലയോ, നമ്മുടെ നാട്ടിലെ പോലെ കിട്ടാനില്ലല്ലോ. അപ്പോൾ അങ്ങനെ തോരൻ സെറ്റാക്കി അത് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ആവശ്യത്തിനായിട്ട് ഇളക്കി. തോരൻ കാണാനൊരു പ്രത്യേക ഭംഗി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതാക്കി അങ്ങനെ. അപ്പോൾ തോരൻ അവിടെ സൈഡായപ്പോൾ ഇനി ചമ്മന്തി അരയ്ക്കണം. പിന്നെ മറ്റേ ഇല ഞാൻ പറഞ്ഞില്ല, മത്തൻ്റെ ഇല, അത് തോരൻ വെക്കണം കേട്ടോ. അപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി തേങ്ങ ചിരണ്ടാണ്. ചമ്മന്തി ഭയങ്കര വണ്ടിയുടെ സൗണ്ടാണ് ഗൈസ്. ചമ്മന്തി ഇവിടെ 3 ടൈപ്പ് വേണം. 3 ടൈപ്പ് എന്ന് വെച്ചാൽ ഉണ്ണിക്കുട്ടന് എരിവില്ലാത്ത ചമ്മന്തി, ഞങ്ങൾക്ക് എരിവുള്ള ചമ്മന്തി, പിന്നെ വൈകുന്നേരത്തേനും ചമ്മന്തി. ഇത് ഇത്രയും ഞാൻ ഒന്നിച്ചരച്ച് വെക്കും കേട്ടോ. വൈകുന്നേരത്തേക്കും ഈ ഇഡ്ഡലിയൊക്കെ ആയിരിക്കും. രാവിലത്തെ ഫുഡിൻ്റെ ബാക്കി തന്നെ ആയിരിക്കും വൈകുന്നേരം കഴിക്കുന്നത്. അപ്പോൾ അതിനും കൂടെ ഉള്ളത് ഞാൻ അരച്ച് റെഡിയാക്കി വെക്കുവേ. അപ്പോൾ അതിനിടയ്ക്ക് തോരനൊക്കെ ഞാൻ ഇളകി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണിക്കുട്ടന് ഞാൻ എരിവില്ലാതെ കുറച്ച് തോരനെടുത്ത് മാറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ചധികം മുളക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എരിവ് കിട്ടുമല്ലോ, അവന് എരിവ് അധികം വേണ്ട. അതുകൊണ്ട് അപ്പോൾ തട്ടിപ്പൊത്തി മൂടി വെച്ചു. അതുകൊണ്ട് ചമ്മന്തി ഇരിക്കുകയാണേ. ചമ്മന്തി 2 ട്രിപ്പായിട്ട് അരയ്ക്കുന്നു. ഒരു തേങ്ങയുടെ ചമ്മന്തി വേണം. ചമ്മന്തി ഇവിടെ എല്ലാവർക്കും നല്ലോണം വേണം കേട്ടോ. വൈകുന്നേരത്തേക്കും കൂടെ അരച്ച് വെക്കുന്നതുകൊണ്ടേ കുറച്ച് കൂടുതൽ അരയ്ക്കണം. അപ്പോൾ കണ്ട അരച്ചത് മൊത്തം തെറിച്ച്. ഇതൊരു ഇരട്ടിപ്പണിയാണ്. അടുക്കളയിൽ പെരുമാറുന്നവർക്കറിയാം ഇതൊരു വല്ലാത്തൊരു പണി. അത് മിക്കവാറും എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റാറുണ്ട്. കുറച്ച് വെള്ളം കൂടി പോയാൽ മതി, അപ്പോഴേക്കും ചീറ്റ് തെറിച്ച്. ആ ജാറിൻ്റെ അടപ്പാണെങ്കിൽ അത്ര ഇച്ചിരി ലൂസുമാണേ. പിന്നെ അതിനകത്ത് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് അതിൻ്റെ അടപ്പൊക്കെ കഴുകി ജാറിൻ്റെ പുറമൊക്കെ കഴുകി വീണ്ടും അരയ്ക്കാൻ വെച്ചു. കണ്ട അപ്പോഴും കുറച്ച് ഒഴുകുന്നുണ്ട്. അത് ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ പിന്നെ കണ്ടേ. അപ്പോൾ ഞാൻ ചമ്മന്തി അരച്ചത് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ പാർട്ടീഷനാക്കി വെക്കുക കേട്ടോ. ഒരു പാത്രത്തിൽ ഉണ്ണിക്കുട്ടൻ എരിവില്ലാത്തത്, ഒരു പാത്രത്തിൽ വൈകുന്നേരത്തേക്ക് ഫ്രിഡ്ജ് വെക്കാനത് ഇപ്പോൾ ഇളക്കുന്നത്, ഇപ്പോൾ രാവിലെ ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് കേട്ടോ. ഇപ്പുറത്തെ പാത്രത്തിൽ ഉണ്ണിക്കുട്ടന് കഴിക്കാനുള്ളതാണ്. അതിന് എരിവില്ല, മറ്റേ നല്ല എരിവിട്ടിട്ടുണ്ട്. വൈകുന്നേരത്തേക്കുള്ളത് കൊണ്ടിട്ട് ഫ്രിഡ്ജിൽ മൂടി വെച്ചു. പിന്നെ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി സെറ്റാക്കുവാണേ. രാവിലെ ചമ്മന്തി ഇവിടെ നന്നായിട്ട് വേണം കേട്ടോ. ചമ്മന്തി മാത്രം പോലെ ചമ്മന്തി സാമ്പാർ വേണം. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ മമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാർ ഒരു ദിവസം വെച്ചത് 2 ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് 2 ദിവസം കഴിക്കും. അപ്പം സാമ്പാറൊക്കെ മമ്മി രാവിലെ ചൂടാക്കി വെച്ച് ഇഡ്ഡലി റെഡിയാക്കി വെച്ചു. അപ്പം ഞാൻ ചമ്മന്തി അരച്ചാൽ മതി. അപ്പോൾ ചമ്മന്തി കടുക് പൊട്ടിക്കായി. ചട്ടിക്ക് ഭയങ്കര കനം കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചൂടാവും. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് താളിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ചമ്മന്തി റെഡിയായി. അപ്പോൾ തന്നെ ഈ പാത്രത്തിൽ നിന്ന് ഞാൻ കറി എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക്, ചെറിയ പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ആ ചട്ടി ഫ്രീ ആയല്ലോ. അപ്പോൾ ആ ചട്ടി കഴുകി വെച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് പാത്രം കഴുകാൻ കുറവായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ചട്ടിയും പാത്രമൊക്കെ ഇങ്ങനെ അടുക്കള നിറഞ്ഞിരിക്കില്ലേ. പാത്രമൊക്കെ ഒതുക്കി വെച്ചാലേ, ഒന്നാമത് ചെറിയ അടുക്കള സൗകര്യം കുറവാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒതുക്കി വെക്കുന്നതാണ് കേട്ടോ എല്ലാം.
പിന്നെ ഇതാ മത്തൻ്റെ ഇല എടുത്തു. മത്തൻ്റെ ആണോ കുമ്പളത്തിൻ്റെ ആണോ എന്ന് അറിഞ്ഞൂടാ. അത് ആക്കാൻ കുറച്ച് പാടാണേ, അതിനൊരു തൊലിയില്ല, അത് പൊളിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമായതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങും കേട്ടോ. എല്ലാ ആഴ്ചയും വാങ്ങും, ഒരു പ്രാവശ്യമെങ്കിലും മിനിമം ഇത് വാങ്ങും. ഇത് ചീര ഇലക്കറിയൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ അതങ്ങോട്ട് വെച്ചു. പിന്നെ എന്ത് തേങ്ങ ഇട്ടില്ല, ചട്ടിക്കകത്ത് ഒതുങ്ങി കഴിഞ്ഞിട്ട് തേങ്ങ ഇടാന്ന് വെച്ചേ. എന്നിട്ട് എന്താണ് ഇതൊക്കെ ഞാൻ നന്നായിട്ട് തുടച്ച അടുക്കള നല്ല ക്ലീനാക്കി. പാത്രമൊക്കെ കഴുകാനുണ്ട്. എന്തുണ്ടാക്കിയാലും പാത്രം മെയിനാണല്ലോ, കുറേ കഴുകാനുണ്ടാവും. അതൊക്കെ നന്നായിട്ട് കഴുകാനായിട്ട് അവിടെ ഇട്ടിരിക്കാം, കഴുകണം പോകുന്നുള്ളൂ. അപ്പോൾ ഇതാ ഇല ഒതുങ്ങിയിട്ടൊന്ന് തേങ്ങ ഇടാന്ന് വെച്ചിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. തേങ്ങ അവിടെ ഞാൻ സൈഡിൽ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പാത്രമൊക്കെ കുണുകുണുന്ന് കഴുകുക. രാവിലെ എല്ലാ വീട്ടിലും ഹറിബറി ആയിരിക്കുമല്ലോ, ഭയങ്കര ബിസി ആയിരിക്കും രാവിലത്തെ ഓട്ടം. അത് പിള്ളേരുണ്ടെങ്കിലും സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലും സ്കൂളിൽ പോകുന്നില്ലെങ്കിലും, ഇനിയിപ്പം ഹസ്ബൻഡൊക്കെ വർക്കിന് പോകുന്നവരോ അല്ലെങ്കിൽ ചേച്ചിമാർ തന്നെ വർക്കിന് പോകുന്നവരോ ആരാണെങ്കിലും അടുക്കളയിൽ ഒരു ഹറിബറി ഓട്ടമായിരിക്കും. ഞാൻ രാവിലെ തന്നെ മാക്സിമം പണി തീർക്കാൻ ശ്രമിക്കും കേട്ടോ. ഞാൻ കുറച്ചും കൂടി നേരത്തെ തീർക്കുമായിരുന്നു. ഇപ്പം ഞാൻ രാവിലെ കുറച്ച് സമയം അവിടെ ഫോണൊക്കെ നോക്കിയിരിക്കും, ഒരു 10-15 മിനിറ്റ്. അപ്പോൾ പിന്നെ അത്ര ലേറ്റ് ആവില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തപ്പോഴേക്കും ചേട്ടായി കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയാകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചേട്ടായി കഴിക്കാനാകുമ്പോഴേക്കും ചായ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ചായ വേഗം തിളയ്ക്കുമല്ലോ. അപ്പോൾ കറക്റ്റ് സമയമാകുമ്പോഴേ ഞാൻ ചായ വെക്കുള്ളേ. അപ്പോൾ അങ്ങനെ ചായ അടുപ്പിൽ വെച്ച് ബാക്കി പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് തുടയ്ക്കുന്ന തുണി ഒരു 10 പ്രാവശ്യം കഴുകണം. കാരണം എപ്പോഴും തുടച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അത് ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഞങ്ങൾ ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ, ആ ഒരു ക്ലോത്ത് പോലത്തെ സാധനം. അത് ക്ലോത്ത് ആണോ എന്ന് ചോദിച്ചല്ല, പക്ഷെ അത് നന്നായിട്ട് വെള്ളം തുടച്ചാൽ നന്നായിട്ട് പോകും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വെച്ചു. ബർത്തൊക്കെ നന്നായിട്ട് തുടച്ചിട്ട്, ഇതിന് ബർത്ത് തന്നെയാണല്ലോ അല്ലേ പറയുന്നത്. ഒക്കെ നന്നായിട്ട് തുടച്ച്, ഇതൊക്കെ രാവിലത്തെ ഭയങ്കര തിരക്ക് പിടിച്ച പണികളാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആവുമല്ലോ, പിന്നെ എപ്പോഴും അടുക്കളയിൽ നിൽക്കണ്ട. പിന്നെ ഒന്നാമത്തെ കാര്യം ചൂടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അടുക്കളയിൽ തന്നെ എപ്പോഴും നിൽക്കാൻ. വലിയ ചൂടില്ല, എന്നാലും എനിക്കത് താല്പര്യമില്ല കേട്ടോ. എപ്പോഴും അടുക്കളയിൽ നമ്മുടെ നാട്ടിലൊക്കെ ചിലരങ്ങനെ ചെയ്യാറില്ലേ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ അടുക്കളയിലായിരിക്കും. എനിക്കത് താല്പര്യമില്ല. മമ്മിയും അങ്ങനെയാണ് കേട്ടോ, മമ്മീനെ കണ്ട് ഞാൻ പഠിച്ചത്. അപ്പോൾ ചായ എടുത്ത് ഒഴിച്ചപ്പോഴേക്കും ഇതാണ്ട് കിടക്കുന്നു. ഒരു ഗ്ലാസ് അങ്ങോട്ട് പൊട്ടി മീൻസ് ഇങ്ങനെ വരഞ്ഞ് അതിനകത്ത് ചായ എല്ലാം പുറത്ത് പോയി. അപ്പോൾ ഞാൻ ഗ്ലാസ് മാറ്റി ചായ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തത് അവർക്ക് കൊടുത്തു. അവരൊക്കെ കഴിച്ചിട്ടോ. പിന്നെ എനിക്ക് രണ്ടാമത് ഞാൻ മാത്രമേ ഇവിടെ പാൽ ചായ കുടിക്കാറുള്ളേ. അപ്പോൾ രണ്ടാമത് ഞാൻ എനിക്ക് വേണ്ടി പാൽ ചായ വെച്ചു. കുറച്ച് പൊടി ഇട്ടാൽ മതി, തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് പൊടിയാവും കേട്ടോ. സോറി. അപ്പോൾ ആ ചായയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടായിക്ക് പോകാൻ സമയമായേ. അപ്പോൾ ചേട്ടായി പോകുമ്പോൾ ഞങ്ങൾ യാത്ര അയക്കുകയാണ് കേട്ടോ. എന്നിട്ട് ടാറ്റ കൊടുക്കുന്നതല്ല, പപ്പേനെ അടി കൊടുത്ത് ഓടിക്കുന്നതാണ്. പപ്പ പറയും, ഉണ്ണിക്കുട്ടൻ ഞാൻ പോകുന്നില്ല, എനിക്ക് മടിയാണ് പോകാനെന്ന്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ പറയും, പറ്റില്ല പപ്പ പൊക്കോ എന്ന് പറഞ്ഞ് അടി കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. പപ്പ അങ്ങ് കണ്ണെത്തുന്നത് വരെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടേ പോകുള്ളൂ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇവിടെ നിന്ന് അടി കൊടുത്തോണ്ടേ എനിക്ക് കയറി വരണ്ട, പോ ഓഫീസിൽ പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം കളിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് ബെഡ് നേരെയാക്കുക കേട്ടോ. എല്ലാവരും എഴുന്നേറ്റ് വരുമ്പോഴേക്കും കുറച്ച് സമയമാവുമല്ലോ. 8 മണിയാകുമ്പോൾ ഏട്ടൻ എണീക്കുക. അപ്പോൾ ബെഡ് അതെല്ലാം കഴിഞ്ഞാണ് ഞാൻ റെഡിയാക്കുന്നത്. തലവണ കുണുകുണാന്ന് കുറേ തലവണയുണ്ട്. എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എല്ലാവരും കിടക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് കിടക്കും, അപ്പുറത്തൊക്കെ ആയിട്ട്. 2 കമ്പിളി ഉണ്ട് കേട്ടോ. ശരിക്കും കമ്പിളിയുടെ ഒന്നും ആവശ്യമില്ല, കാരണം തണുപ്പൊക്കെ മാറി. പിന്നെ എന്നാലും വെറുതെ കമ്പിളി എടുക്കും. AC ഇട്ടിട്ട് കമ്പിളിയൊക്കെ പോസ്റ്റ് കിടക്കാൻ നല്ല സുഖമല്ലേ. വലുത് എൻ്റെ ഉണ്ണിക്കുട്ടൻ്റെയും മറ്റേ ചേട്ടാടെയും കമ്പിളിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയാക്കി ബെഡ് റെഡിയാക്കിയാൽ റൂം ഫുള്ള് വൃത്തിയായ പോലെ എനിക്ക് തോന്നും കേട്ടോ. അത് കഴിഞ്ഞ് നേരെ വന്ന് വാഷിംഗ് മെഷീനെ തുണി ഇടുകയാണേ. ഇതെന്നും മമ്മി ഇടുന്നത്, പക്ഷെ ഇന്ന് ഞാനാട്ടോ കേട്ടോ. ഉണ്ണിക്കുട്ടൻ എത്തി നോക്കുന്നുണ്ട് കാര്യമായിട്ട്. അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. എന്ത് ചെയ്യുകയാണെങ്കിലും അവനെ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടമാണേ. അപ്പോൾ അവൻ വേഗം വന്ന് നോക്കുകയാണ് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് നിൽക്കുന്നതെന്ന്. അതിട്ട് കഴിഞ്ഞപ്പോഴത്തേനും 9 മണി കഴിഞ്ഞു. അപ്പോഴേക്കും ഞാൻ പിന്നെ ഫുഡ് കഴിച്ചേക്കാന്ന് വെച്ചേ. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി ഉണ്ട്. ഇത് 3 മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ 2 ഇഡ്ഡലി, 2ആണോ 3ആണോ 2 തോന്നുന്നു, 2 ഇഡ്ഡലി കഴിച്ചു. അപ്പോൾ അവിടെ വന്നിരുന്നു, അവൻ്റെ അടുത്ത് വന്നിരുന്നു. കുറച്ച് സമയം കളിച്ചുകൊണ്ട് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചേ. അവിടെ വന്നിരുന്നപ്പോഴത്തേനും അവൻ ക്യാമറ കണ്ടപ്പോൾ ഫോൺ കണ്ടപ്പോൾ അതിന് തെറിയായിരുന്നു ആ സാധനം വെച്ചിട്ട്. അവനെ കളിക്കാൻ വിളിച്ചിട്ട് അവൻ നോക്കിയാൽ പെട ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത പണിയിലേക്ക് കിടന്നേ. കണ്ടു റൂം കിടക്കുന്നതുണ്ടോ. ഈ സാധനം ഞാൻ ഇവന് പഠിക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്ത. അവനത് പഠിക്കലൊന്നുമില്ല, എല്ലാ ദിവസവും എടുത്ത് കുടഞ്ഞിടും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പെറുക്കി വെക്കൽ എനിക്ക് വെറുതെ ഒരു പണിയാണ്. പിന്നെയും രാവിലെ കുടഞ്ഞിടും. ഇത് തന്നെ പണി. അവൻ പഠിക്കുന്ന എടുക്കുന്നൊന്നുമില്ല, ഇതിങ്ങനെ കുടഞ്ഞിടും. എന്നിട്ട് ഇങ്ങനെ നിരത്തിയിടും റൂം നിറച്ച്. അടിച്ചു വരാനാകുമ്പോൾ ഇതെല്ലാം വാരിപ്പറക്കി വെക്കണമല്ലോ. അവൻ തന്നെ വാരിപ്പറക്കി വെക്കാൻ പറഞ്ഞാൽ അവൻ വെക്കില്ല കേട്ടോ. അപ്പം ഞാൻ ചെയ്യുവാണെങ്കിൽ അവൻ മുമ്പിലാണ് ചെയ്യാൻ. ഹെൽപ്പ് ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്, തന്നെ ചെയ്യില്ല കേട്ടോ. അപ്പം ഞാൻ ചെയ്യാനിരുന്നപ്പോൾ അവൻ എൻ്റെ കൂടെ വന്ന് എല്ലാം പെറുക്കി വെക്കാൻ കൂടി കേട്ടോ. അതുകൊണ്ട് ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കുക. എല്ലാ ദിവസവും അടിച്ചു വാരി വൃത്തിയാക്കിയാലും ഇത് നിറച്ചും പൊടിയായിരിക്കും. നാട്ടിൽ ഭയങ്കര പൊടിയാണ് കേട്ടോ. വീടിനകം മൊത്തം പൊടി, എപ്പോഴും എത്ര അടിച്ചാലും പൊടി പോകത്തില്ല.
അങ്ങനെയെല്ലാം കട്ടിലിൻ്റെ അടിയിലൊന്നും ചൂല് മൊത്തം എത്തത്തില്ല, എന്നാലും എത്തുന്ന പോലെയൊക്കെ ഞാൻ അടിക്കും, എല്ലാ ദിവസവും അടിക്കും, എന്നും അടിച്ച് തുടയ്ക്കും കേട്ടോ. എത്ര അടിച്ച് തുടച്ചാലും ഞങ്ങളുടെ തറ കണ്ടാൽ കാലങ്ങളായിട്ട് അടിക്കാത്തതും തുടയ്ക്കാത്തതും തറ പോലെ കിടക്കുന്നത്. ആ സിമെൻറ്റിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. കണ്ടോ, നോക്ക് ആ തറ നോക്കി, എന്നും അടിക്കുന്ന അതിൻ്റെ കളറ് കണ്ടില്ലേ? എനിക്ക് അതാണ് കേട്ടോ. ടൈലൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിടക്കൂലേ. എൻ്റെ ഉണ്ണിക്കുട്ടൻ കണ്ടോ വണ്ടി ഓടിക്കുന്നത്, ഞാൻ അടിക്കുന്നതിൻ്റെ അകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറഞ്ഞാൽ ഒന്നും പോവില്ല, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൂളറുണ്ട്, ആ കൂളറിന് ഞാനൊരു കവർ ഇട്ട് കൊടുക്കും, ഇല്ലെങ്കിൽ നിറച്ച് പൊടി ആ കൂളറിൻ്റെ അകത്തേക്ക് കയറുവേ. അപ്പോൾ ഞാനൊരു കവർ ഇട്ട് കൊടുക്കും. അടിക്കുന്നതിനിടയ്ക്ക് അത് രാത്രിക്ക് കൂളർ ഇടുമ്പോൾ അതിൻ്റെ കവർ ഊരും, പിന്നെ രാവിലെ അത് ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാനത് ഇടാൻ വേണ്ടിയിട്ട് ഇട്ടപ്പോഴേക്കും എൻ്റെ ഉണ്ണിക്കുട്ടൻ അത് കണ്ടുപോയി. അപ്പോൾ അവൻ പറയാണ് അവന് ആ കവർ വേണം. അതൊരു നൈറ്റി കേട്ടോ, മമ്മിയുടെ ഒരു നൈറ്റിയാണ്, അത് കവറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും ഞാൻ. അപ്പോൾ അത് നീറ്റായിട്ടിരുന്നുള്ളൂ ആ കൂളർ, ആ മോൾ ഭാഗത്ത് കേട്ടോ. അപ്പോൾ പൊടി അകത്തേക്ക് കയറില്ല. അത് അവന് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് അവനെ ദൂരിക്കൊണ്ട് പോയി. എന്തിനാണെന്നറിയാം ഊരിക്കൊണ്ട് പോകുന്നത്? അത് അവന് വണ്ടി കയറ്റാൻ. അത് തറയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ബെൽറ്റൊക്കെ കുറേ എണ്ണം ഇട്ട് അതവിടെ ഉണ്ട്. എൻ്റെ പൊന്നു ചവിട്ടിയൊക്കെ അടുക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വണ്ടി കയറ്റി അവനിങ്ങനെ കട്ടറാക്കാൻ വേണ്ടിയിട്ടാണ് അതെടുത്തോണ്ട് പോയി. എന്തായാലും ഞാൻ കൊടുത്തു അവസാനം. അത് കഴിഞ്ഞ് ഫുൾ അടിച്ച് വാരി കണ്ടു എന്ത് പൊടിയാന്ന് കണ്ടോ. പൊടിയാണെങ്കിൽ കൂടുതലും ഭയങ്കരമായിട്ട് പൊടിയാണ്. അടിച്ച വാരി ഉടനെ തന്നെ തുടങ്ങി. എൻ്റെ ഉണ്ണിക്കുട്ടനെ ഞാൻ തുടയ്ക്കുന്ന ഇഷ്ടമല്ല, എന്തുകൊണ്ടെന്ന് അറിഞ്ഞൂടാ. കണ്ടോ ആ തുണി കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കണ്ടോ, ചവിട്ടി തുണി അതിൻ്റെ മുകളിൽ ബെൽറ്റ്, എൻ്റെ ഉണ്ണിക്കുട്ടനെ കട്ടറാക്കുന്ന. കാരണം ഇതിലെ ഇങ്ങനെ ഓടിക്കുമ്പോൾ ഭയങ്കര മിനുസമല്ലേ, അവനതൊരു ഇഷ്ടമില്ല, അവന് കട്ടർ വേണം. അവന് കട്ടറാക്കി അത് വീട് നിറച്ചും അവനിങ്ങനെ ഓരോരോ സാധനങ്ങൾ വെച്ച് കട്ടറാക്കി വെക്കും കേട്ടോ. ഉള്ള ചവിട്ടിയെല്ലാം അവന് വണ്ടി കയറ്റാനാണ്, ഒന്നും ചവിട്ടാനിടാൻ പറ്റില്ല, അവൻ സമ്മതിക്കില്ല. ബാത്റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇട്ട് അവൻ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ തുടയെല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ കുറച്ച് ദിവസമായിട്ട് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്കിൻ കെയർ എന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ ഇടും, സൺസ്ക്രീൻ ഇടും, അതേ എന്തെങ്കിലും സിറം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇന്നും രാവിലെ ഇട്ടു. ലിപ് ബാം ഇടും കേട്ടോ. ലിപ് ബാം ഇട്ട് തലമുടിയൊക്കെ നന്നായിട്ടൊന്ന് ചീക്കി വെച്ചൊന്ന് കടയിൽ പോകാനുണ്ടേ, താഴത്തെ കടയിൽ തന്നെ കേട്ടോ. അതുകൊണ്ട് വേറെ മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോഴേക്കും എന്താണെന്നറിയോ, ഉണ്ണിക്കുട്ടൻ അവിടെ വീണേ, വണ്ടി ഓടിച്ചപ്പോൾ വീണിട്ട് അവൻ്റെ തലയുടെ പുറകിൽ മുട്ടി കുറച്ച് പൊങ്ങി വന്ന്. അപ്പോൾ അവൻ അത് പറഞ്ഞ് കരയായിരുന്നു. അപ്പം ഞങ്ങൾ കടയിൽ പോകുമ്പോൾ അവന് ഹാപ്പിയായി കേട്ടോ. അവന് ഭയങ്കര വേദനയായിരുന്നു തോന്നുന്നു. പിന്നെ എൻ്റെ അടുത്ത് പറയായിരുന്നു പുറകെ തലവേദനിക്കുന്നു. ഞാൻ ഐസൊക്കെ വെച്ച് കൊടുത്തേ. പച്ചക്കറി മേടിക്കാൻ പോയി, അപ്പം തേങ്ങ മേടിക്കാൻ പോയി, അത് കാണിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് പച്ചരി വാങ്ങാനുണ്ടായിരുന്നു. പച്ചരി വാങ്ങി അവന് തല മുട്ടിയതിൻ്റെ വേദന മറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി കേട്ടോ. അപ്പോൾ അത് കണ്ട അവന് ഭയങ്കര സന്തോഷമാണ്. ഇതാ തേങ്ങ വാങ്ങി, തേങ്ങയ്ക്ക് 60 രൂപ ഒരെണ്ണത്തിന്, 1 കിലോയ്ക്കല്ല, ഒരെണ്ണത്തിന് 60 രൂപ കേട്ടോ. ചെറിയ തേങ്ങ, 5 തേങ്ങ വാങ്ങി, പിന്നെ അരി വാങ്ങി, മുട്ട വാങ്ങി, ഐസ്ക്രീം വാങ്ങി. അപ്പം ഞങ്ങളത് ഐസ്ക്രീം തിന്നുന്ന അവന് ഭയങ്കര ഇഷ്ടമായിട്ടാ. അവന് ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമല്ല, ബട്ടർ സ്കോച്ച് വാനിലയൊക്കെ ഇഷ്ടം. പക്ഷേ എനിക്ക് ചോക്ലേറ്റാണ് ഇഷ്ടം. ഞങ്ങൾ രണ്ടും കൂടെ കഴിച്ച്, മമ്മി ഉണ്ടായിരുന്നു, മമ്മിയും കഴിച്ചിട്ടാ. അതിനുശേഷം ഞങ്ങൾ തുണി കൊണ്ടുപോയിട്ട് ഉണങ്ങാനിടുകയാണേ. അപ്പോൾ അവന് ഞാൻ പറഞ്ഞില്ലേ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടം, എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. കണ്ട അവൻ തുണി എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അവനെടുക്കും, അവനെടുക്കാൻ പറ്റാത്ത ഞാൻ ഒന്ന് സഹായിച്ചു കൊടുത്താൽ മതി, അവനെല്ലാം എടുക്കും. അവൻ ഓരോരുത്തരുടെ പേര് പറഞ്ഞുകൊണ്ട് എടുക്കുന്നത്, അമ്മ, പപ്പ, ഞാൻ എന്ന് പറഞ്ഞിട്ട് ആരുടെ തുണിയാണോ അത് അവരുടെ പേര് പറഞ്ഞ് അവൻ എടുക്കുന്നത് കേട്ടോ. ഞാൻ അടച്ചിട്ട് അവൻ വീണ്ടും വന്ന് ഞാൻ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അടച്ച് വന്നിട്ട് അവൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. തുണി ഇടാൻ പോയി അവൻ അപ്പുറത്തേക്ക് കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തുണി വിരിക്കുമ്പോൾ അവൻ അവിടെ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കും ടെറസിൻ്റെ മുകളിൽ. തുണിയൊക്കെ വേഗം വിരിച്ചുകൊണ്ട് എനിക്ക് ഓരോ സാധനം ഇടാൻ ഓരോ സ്ഥലമുണ്ട്. തോർത്തൊരയിൽ എൻ്റെ ഡ്രസ്സ് ഒരു സൈഡിൽ, ചേട്ടായുടെ ഒരു സൈഡിൽ, ഉണ്ണിക്കോട്ടിൻ്റെ വേറൊരു സൈഡിൽ, അങ്ങനെ എനിക്ക് എല്ലാത്തിനും ഓരോ സ്പേസ് ഉണ്ട് കേട്ടോ. അതാ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വിരിച്ചേക്കുന്നത്. അത് കഴിഞ്ഞു, തുണിയെല്ലാം വിരിച്ച് വന്നു. അപ്പോഴേക്കും ഇതാ എൻ്റെ രാവിലത്തെ റൊട്ടീൻ കഴിഞ്ഞു. പിന്നെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.